ആകെപ്പാടെ നമ്മൾ വീടിന് അഡ്വാൻസ് കൊടുത്ത് അതും പോയി. സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടി. എനിക്ക് തോന്നുന്നത് ഞാനും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ച് തുടങ്ങിയിട്ടില്ല. ആ ഒരു ജീവിച്ച് തുടങ്ങാൻ അങ്ങോട്ട് വരുന്ന സമയത്താണ് മരണം കൊണ്ടുപോയത്. പ്രിയപ്പെട്ട രേണു സുധിയാണ് എന്നോടൊപ്പം ഉള്ളത്. രേണു സുധി, ഒരു കാലഘട്ടങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും മനസ്സിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാലഘട്ടം ഏതായിരുന്നു? അത് സ്കൂൾ കാലഘട്ടം തന്നെയാണല്ലോ. നമുക്ക് തിരിച്ചു പോകാൻ നമ്മൾ അന്നത്തെ ദിവസം സ്കൂൾ കാലഘട്ടത്തിൽ ഓർക്ക് ദൈവമേ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അതൊന്ന് വരണേന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം. നമ്മൾ സാധാരണ പോലെ ചെറിയൊരു സ്കൂളിലാണ് പഠിച്ചത്. CMS LP സ്കൂൾ നാലുനാക്കൽ കണഞ്ചിറയിലാണ് 1 തൊട്ട് പഠിച്ചത്, 4 വരെ പഠിച്ചത്. അതിനുശേഷം സെൻറ് എലീസ് UP സ്കൂൾ നാലുനാക്കൽ എന്ന് പറയുന്നിടത്ത് 5 തൊട്ട് 7 വരെ പഠിച്ചു. അതിനുശേഷം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ JMHSS എന്ന് പറയുന്നത്, അത് വളരെ പേരുകേട്ട സ്കൂളാണ് കോട്ടയം ജില്ലയിലെ. അവിടെയാണ് പഠിച്ചത്. പിന്നെ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്, +1 +2. ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് നഴ്സിങ്ങിന് പോയി. വേറൊന്നും കൊണ്ടല്ല, ബാംഗ്ലൂർ ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്ത് പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നഴ്സിംഗ് എനിക്ക് പറ്റത്തില്ല. എനിക്ക് യാതൊരുവിധ, അതായത് ആദ്യമൊക്കെ നല്ലതായിട്ട് ഫണ്ടമെന്റൽസ് ആണെങ്കിലും നമ്മൾ മൈക്രോബയോളജി ആണെങ്കിലും എഴുതിയൊക്കെ നമ്മൾ എടുത്ത്, ഹോസ്പിറ്റൽ ഡ്യൂട്ടി അങ്ങോട്ട് കയറിയപ്പോൾ ബ്ലഡ് കാണാൻ തുടങ്ങിയപ്പോൾ തല കറങ്ങി താഴെ വീഴുക, സ്റ്റിച്ച് കാണാൻ പറ്റത്തില്ല, കത്തീറ്ററൈസേഷൻ കാണാൻ പറ്റത്തില്ല, ആ ഒരു ട്യൂബ് കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ, അങ്ങനെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 1.5 വർഷം അങ്ങനെ അങ്ങ് നീട്ടുക. GNM ആണ് പഠിച്ചത്. നിർത്തി ഞാൻ അവിടെ നിന്ന് പോകുന്നു. എനിക്ക് പറ്റത്തില്ലെന്ന് ഓർത്ത് എറിഞ്ഞിട്ടിട്ട് പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്തെങ്കിലും പഠിക്കണ്ടേ, അങ്ങനെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് ചെയ്യണം. ഒരുപാട് പഠിച്ച ആളാണ്. ചേർന്ന് കഴിഞ്ഞിട്ട് അതും സെറ്റ് ആകുന്നില്ല. അപ്പം സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിക്കുക, ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ ഇരിക്കുക. അതുകൊണ്ട് അത് സെറ്റായില്ല. ശേഷം കറങ്ങി തിരിഞ്ഞ് പിന്നെ സേവന കറി പൗഡർ വിൽക്കാനൊക്കെ പോയി. അതിനുശേഷം മാഹിയില് നമ്മൾ ഓർക്കത്തില്ല, ഇങ്ങനെ ബാഗ് വിട്ടോണ്ട് വരത്തില്ലേ, അതിലൊരാഴ്ച അങ്ങനെ അവർ കോഴിക്കോട് മാഹിയിൽ മറ്റേ കണ്ണൂരൊക്കെ പോയി ട്രെയിനിങ്ങിന് പോയി. അങ്ങനെ പാത്രമൊക്കെ വിൽക്കത്തില്ലേ, അതൊക്കെ ചെയ്ത് അതാണ് അങ്ങനെയുള്ളവരെ കാണാൻ നമുക്ക് വിഷമാണ്. നമ്മൾ വീട്ടിലിരുത്തി കാപ്പി കൊടുത്തിട്ട് നമ്മൾ വിടത്തുള്ളൂ. രണ്ടുപേര് വേറെ സ്ഥലത്ത്, നമുക്ക് ഫോണൊന്നും തരത്തില്ല. ഫോണൊന്നും നമ്മൾ അതുകൊണ്ട് ബോധമില്ല, അതൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരാഴ്ച നിന്ന് നടക്കുന്നില്ലെന്ന്, ഒരു രക്ഷയില്ലെന്ന് കണ്ടിട്ട് അവിടുന്ന് ചാടിപ്പോന്ന്. അതിനുശേഷം ഏവിയേഷന് ചേർന്ന്. ഏവിയേഷന് മുന്നേ എൻ്റെ ലൈഫിൻ്റെ സ്കൂൾ കാലഘട്ടമല്ലോ, അതിന് മുന്നേ അതെല്ലാം കഴിഞ്ഞിട്ട് ഏവിയേഷന് മുന്നേ എനിക്കൊരു വിവാഹ ജീവിതം വന്നിരുന്നു. അത് നമുക്ക് എന്താ പറയുക, 1 മാസം പോലും ആ ഒരു വിവാഹ ബന്ധം നിലനിന്നില്ല. അത് സെറ്റായിട്ടില്ല. അദ്ദേഹത്തെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല, അവര് നമ്മളെ പറ്റി ഒന്നും പറയാറില്ല. പിന്നെ വ്ളോഗേഴ്സ് ഒക്കെ കുത്തിപ്പൊക്കുന്നുണ്ട്, അതൊന്നും നമ്മളെ സംബന്ധിച്ച് കാര്യമില്ല. അദ്ദേഹം ഇപ്പൊ വേറൊരു എന്താ പറയുക കുടുംബജീവിതം നയിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലൈഫ് ഡിവോഴ്സ് ആയതിനു ശേഷം, ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടൊന്ന് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണ്ടാന്ന് വെച്ച ഒരു സംഭവമാണ്. അദ്ദേഹത്തിനും വേണ്ട, എനിക്കും വേണ്ട. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഏവിയേഷന് ചേരുന്നത്. ഏവിയേഷൻ പകുതി ലാസ്റ്റ് ട്രെയിനിങ് വരെ കഴിഞ്ഞു. ട്രെയിനിങ് കഴിഞ്ഞപ്പോഴാണ് സുധിച്ചേട്ടന് ലൈഫിലേക്ക് വരുന്നതും. പിന്നെ അങ്ങനെ ആ ലൈഫ് അങ്ങനെ പോയി ഇവിടം വരെ എത്തി. സുധിച്ചേട്ടനെ എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത്? സുധിച്ചേട്ടനെ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നു, സുബീഷ് ഗിന്നസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫ്ലവേഴ്സിന്റെ. അദ്ദേഹമാണ് എന്നെ സുധിച്ചേട്ടനെ പരിചയപ്പെടുത്തി. ഒരു ആരാധക എന്ന നിലയിൽ പരിചയപ്പെട്ടതാണ്. സുധിച്ചേട്ടനെ പരിചയപ്പെട്ട് ആരാധന, പിന്നെ പ്രണയമായി, അങ്ങനെ സംതിങ് പിന്നെ വിവാഹത്തിലേക്ക് എത്തി. അങ്ങനെ കുറെ നാള് ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് പോയി. തീർച്ചയായിട്ടും 5 വർഷം കഷ്ടി. സ്നേഹം കൊണ്ട് അദ്ദേഹം നല്ലതേ തന്നിട്ടുള്ളൂ. പക്ഷെ ലോക്ക്ഡൌണും കാര്യങ്ങളും ആ സമയത്തായിരുന്നു. കുഞ്ഞുണ്ടായതിനു ശേഷം വെള്ളപ്പൊക്കം ഉണ്ടായതിന് മുന്നേ ലോക്ക്ഡൌണും ആകെപ്പാടെ നമ്മൾ വീടിന് അഡ്വാൻസ് കൊടുത്ത് അതും പോയി. സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടി. എനിക്ക് തോന്നുന്നത് ഞാനും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ച് തുടങ്ങിയിട്ടില്ല. ആ ഒരു ജീവിച്ച് തുടങ്ങാൻ അങ്ങോട്ട് വരുന്ന സമയത്താണ് മരണം കൊണ്ടുപോയത്. അത് വല്ലാതെ ജീവിതത്തിൽ ഈ ശരിക്കും പറയാൻ നമ്മളൊന്ന് പിടിച്ച് കരകയറി വരുമ്പോഴായിരുന്നല്ലോ അത് വല്ലാതെ ഒരു മാനസികമായി തകർത്തി. തീർച്ചയായിട്ടും വളരെ. അത് നമുക്ക് അന്നേരം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് നമ്മളെ മുന്നോട്ട് ജീവിക്കണം എന്ന്, അല്ലെങ്കിൽ മുന്നോട്ടൊരു ഭാവി ഉണ്ടെന്ന് എന്നെ തെളിയിച്ചു തന്നത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡൗൺ ആയി തീർന്നേനെ.